കേശുവേട്ടാ, ഞാനും ഒന്നിനും ഇന്നലെ ഒന്നും കഴിച്ചില്ല. 2 ദോശ തരുമോ? വിശന്നിട്ട് വയ്യ. കൈ കാശുണ്ടോ? 2 ദിവസമായിട്ട് നമ്മളെ വിഷുവേട്ടനെ കാണാനില്ല. വിഷുവേട്ടൻ വന്ന ഉടൻ കാശ് തരാം. പിന്നെ ഈ ചേരിയിലെ സർവ്വ ദണ്ഡിപ്പിള്ളേരുടെയും തന്തയല്ലേ അവൻ, വിശ്വൻ. പക്ഷേ വന്നാലേ കാശ് കിട്ടൂ, വന്നില്ലെങ്കിലോ ഗോവിന്ദ. ചക്കാത്ത് കൊടുക്കലേ ഞാനങ്ങ് നിർത്തി. കയ്യിലെ കാശ്, വായിലെ ദോശ. പോടാ, പോയി കാശ് കൊണ്ടുവാ. മാറടാ മാറടാ, വേഗം. അയ്യോ എന്നാ ചേട്ടന്മാരെ പറഞ്ഞ് ചുമ്മാ. ഈ കേശുവിന്റെ കടയിൽ വന്നിട്ട് വെറും ചായ മാത്രം കഴിച്ചാ എനിക്കല്ലേ എന്നെ നാണക്കേട്. ആദ്യം 4 ദോശ കഴിക്ക്, പിന്നെ ആവാ നമുക്ക് ചായ ഒക്കെ. ചമ്മന്തി ഒഴിച്ചു വിടറാ, ഓരോ ഡബിൾ ഓംലെറ്റ് കൂടി ആവാം. ഈ ചേരിയുടെ സ്വന്തം സ്വത്താ നിങ്ങളുടെ ഈ തടി. ഒടുക്ക കണക്ക് പറഞ്ഞാലേ നമ്മുടെ സ്വഭാവം മാറും. മാറണല്ലോ. നിങ്ങളെ വിട്ട് വിശ്വന്റെ മസിലിൽ തൂങ്ങിയെടുക്കുന്ന ഈ ചേരി പരിശകൾ കാണണല്ലോ. അങ്ങനെ നിട്ടില്ല, നീ പട്ടം ചുറ്റിപ്പോയ സംശയം. ഓ ഞാനങ്ങ് സഹിച്ചു. ഒന്ന് പോ പരത്തി കളി. ചലമ്പാ തെണ്ടിപ്പിള്ളേരെ വിളിച്ചിട്ട് പോതല്ലേ. ആ വിശ്വഞ്ചറ്റയുടെ പേരും പറഞ്ഞ് ഓസിന് തിന്നാൻ വന്നാ പന്നികളെ നിന്നെയൊക്കെ അരിഞ്ഞളയും ഞാൻ. നിന്റെ ഒക്കെ കയറും എനിക്കറിയാവടാ. അതിനൊപ്പിച്ച് ചിങ്കിടി വാഴാൻ ഒരു മരപ്പട്ടി. യവനെ പോലുള്ള ജേരിപ്പിള്ളേർക്ക് വിശ്വൻ ജീവനാ. അതെ, അവന്റെ നെഞ്ചിൽ ദൈവം ഇരുന്നിട്ടാ. ദൈവം നിന്റെ ഒക്കെ നെഞ്ചിലിരിക്കണതേ കിളിക്കുകയും കടിക്കുകയും ചെയ്യണ കൊരങ്ങാടാ. കൊരങ്ങ്, കരിക്കൊരങ്ങ്. ഈ കേട്ട് തള്ളേ അധികം ചിലച്ചാലുണ്ടല്ലോ അരിഞ്ഞുകളയും ഞാൻ. വിടാളിയാ, പാവം കിഴവിത്തള്ളം ജീവിച്ചു പോണ്ട്. നിങ്ങൾ അടങ്ങി ചേട്ടന്മാരെ. എവരുടെ തള്ള ബസ് സ്റ്റാൻഡ് വയസ്സാലിക്ക് നേരെ ഇല്ലാത്തതുകൊണ്ടാ കിളവി വക്കാൽ തരുന്നത്. ഷണ്ടിങ് യാർഡിലോ ബസ് സ്റ്റാൻഡിന്റെ പുറകിലോ ചെന്നിപ്പോ നോക്കണം, അവള് ബിസിയല്ലേ. വേണമെന്ന് വെച്ച പിറന്നാണോ എവനെയൊക്കെ. തെങ്ങി കയറിയ കയ്യെ തഴമ്പ് വരും, പാറപ്പണിക്ക് പോയാൽ ആസ്മ വരും. മറ്റേ പണിക്ക് പോയാ ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടാവും. ഞാൻ നിന്റെ അമ്മയുടെ മറ്റവനല്ല, അവള് പെറ്റ് തൂർന്നതിനെല്ലാം വായിക്കരിയുടെ. നീ ചെന്ന് നിന്റെ തള്ളയോട് പറ, പേര് നിർത്തിയേച്ച് വേണം ഈ പണിക്ക് ഇനി പോകാനെന്ന്. നാട്ടുകാർക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ.